ഹലോ. ടൈറ്റാനിക് കപ്പൽ ദുരന്തത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 1912 ഏപ്രിൽ 14, 15 തീയതികളിൽ ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്കുള്ള യാത്രാമധ്യേ 1500ഓളം പേർ കൊല്ലപ്പെട്ടതാണ് ടൈറ്റാനിക് കപ്പൽ ദുരന്തം. 5 സ്റ്റാർ ലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു യാത്രാ കപ്പലായിരുന്നു റോയൽ മെയിൽ സ്റ്റീമർ. ടൈറ്റാനിക് ബെൽഫാസ്റ്റിലെ ഹാർലാൻഡ് ആൻഡ് വൂൾഫ് കപ്പൽ നിർമ്മാണശാലയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. അക്കാലത്തെ ഏറ്റവും വലിയ യാത്ര ആവിക്കപ്പലായിരുന്നു ടൈറ്റാനിക്. കപ്പലിന്റെ പേര് RMS ടൈറ്റാനിക്. ഇതിലെ കപ്പിത്താന്റെ പേര് എഡ്വേർഡ് ജോൺ സ്മിത്ത്. ലോകം ഞെട്ടലോടെ കേട്ട വാർത്തയാണ് ടൈറ്റാനിക് കപ്പൽ ദുരന്തം. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിപ്പത്തിലും സൗകര്യത്തിലുമായിരുന്നു ടൈറ്റാനിക്. 1912 ഏപ്രിൽ 15 കന്നി യാത്രയിൽ തലേ ദിവസം രാത്രി ഒരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് മുങ്ങിയ പ്രശസ്ത പാസഞ്ചർ കപ്പലായിരുന്നു ടൈറ്റാനിക്. ബ്രിട്ടീഷ് ആഡംബര യാത്രാക്കപ്പലായ ടൈറ്റാനിക്കിൽ ഏകദേശം 1500 യാത്രക്കാരും കപ്പൽ ജീവനക്കാരും കൊല്ലപ്പെട്ടു. ആധുനിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ദുരന്തങ്ങളിലൊന്നാണ് ഇത്. നിരവധി കഥകൾക്കും നിരവധി സിനിമകൾക്കും ഒരു സംഗീതത്തിനും പ്രചോദനമായി. ടൈറ്റാനിക് യാത്ര പുറപ്പെട്ട സമയം മുതൽ അതിന്റെ ദുരന്തം വരെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ടൈറ്റാനിക് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാക്കപ്പലായി കണക്കാക്കപ്പെട്ടിരുന്നു. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിലെ സൗത്ത് ഹാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര തുടങ്ങി. ആദ്യ യാത്രയിൽ തന്നെ ടൈറ്റാനിക്കിൽ 2224 യാത്രക്കാരും ജീവനക്കാരും ഉണ്ടായിരുന്നു. ആഡംബരത്തിനും സുഖസൗകര്യങ്ങൾക്കും പേരുകേട്ട കപ്പലായിരുന്നു ടൈറ്റാനിക്. ഏപ്രിൽ 14 രാത്രി ടൈറ്റാനിക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ചു. മുന്നറിയിപ്പുകൾ അവഗണിച്ച് അമിത വേഗതയിൽ സഞ്ചരിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. ഇടിയുടെ ആഘാതത്തിൽ കപ്പലിന്റെ വലതുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. അപകടം സംഭവിച്ച് മണിക്കൂറുകൾക്കകം ടൈറ്റാനിക് കപ്പൽ മുങ്ങിത്താഴാൻ തുടങ്ങി. യാത്രക്കാരെയും ജീവനക്കാരെയും രക്ഷിക്കാനായി ലൈഫ് ബോട്ടുകൾ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. അനേകം ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ സമുദ്രത്തിൽ മുങ്ങി മരിക്കേണ്ടി വന്നു. അപകടം നടന്നയുടൻ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കപ്പലുകൾ അയച്ചു. അടുത്തുള്ള കപ്പലായ കാർപാത്തിയ എത്താൻ ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കാർപാത്തിയ കപ്പൽ രക്ഷപ്പെടുത്തി ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയി. ടൈറ്റാനിക് ദുരന്തം ലോകമെമ്പാടുമുള്ള ആളുകളെ ദുഃഖത്തിലാഴ്ത്തി. കടൽ യാത്രകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഈ ദുരന്തം ഓർമ്മപ്പെടുത്തി. ലൈഫ് ബോട്ട് എന്ന സിനിമ ഉൾപ്പെടെ നിരവധി സിനിമകളും പുസ്തകങ്ങളും ഈ ദുരന്തത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ടൈറ്റാനിക് ദുരന്തം ഒരു വലിയ മനുഷ്യ ദുരന്തമായിരുന്നു. ഇത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു നിർണായക സംഭവമായി കണക്കാക്കപ്പെടുന്നു. ജെയിംസ് കാമറൂൺ കഥയും തിരക്കഥയും സംവിധാനവും സഹനിർമ്മാണവും നിർവഹിച്ച് 1997 RMS ടൈറ്റാനിക് എന്ന കപ്പലിന്റെ ദുരന്തത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു ചലച്ചിത്രമാണ് ടൈറ്റാനിക്. ലിയോനാർഡോ ഡികാപ്രിയോ, കേറ്റ് വിൻസ്ലെറ്റ് എന്നിവരാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഏറ്റവും അധികം ഓസ്കാർ പുരസ്കാരങ്ങൾ നേടിയ ചിത്രമാണ് ടൈറ്റാനിക്. അക്കാദമി അവാർഡിനായുള്ള നാമനിർദ്ദേശങ്ങളുടെ എണ്ണത്തിൽ 1950 പുറത്തിറങ്ങിയ ഓൾ അബൌട്ട് ഈവിനൊപ്പമാണ് ഈ ചിത്രം. ഇരു ചിത്രത്തിനും 14 വീതം നാമനിർദ്ദേശങ്ങളാണ് ലഭിച്ചത്. ടൈറ്റാനിക് ദുരന്തത്തിന്റെ 100ാം വാർഷിക സമയത്ത് 2012 ഏപ്രിലിൽ ഈ ചിത്രത്തിന്റെ 3D പതിപ്പ് പ്രദർശനത്തിലെത്തി. ടൈറ്റാനിക് കപ്പൽ ദുരന്തം ഇന്നും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഞെട്ടലോടെ തന്നെയാണ് ഓർക്കുന്നത്.